ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം പണ്ട് പറഞ്ഞ പല രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. PJ ജോസഫ് അല്ല പ്രശ്നം ഉണ്ടാക്കി ഇവിടെ തമിഴന്മാര് മലയാളികൾ കൊല്ലുകൾ ചെയ്താണ്. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പൃഥ്വിരാജ് പോലും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് ടെക്നിക്കലായിട്ട് അറിയുന്നവർക്ക് അറിയാം, ഇത് ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ആണ്, വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള കൺസ്ട്രക്ഷൻ ആണ്. അതിനെ കുറിച്ച് അതിന്റെ പേരിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത് IIT പോലെ ആൾക്കാർ വന്ന് റിസർച്ച് സ്റ്റഡി നടത്തിയാണ്. ആൾക്കാരെ വെറുതെ ഭീതി പടർത്തുകയാണ്. പക്ഷെ എന്തുകൊണ്ട് വയനാട്ടില് എക്കോളജിസ്റ്റ് ഗാഡ്ഗിൽ 5 വർഷം മുമ്പ് കുറച്ച് റിപ്പോർട്ട് ആരും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അന്ന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ ഈ വയനാട് ഡിസാസ്റ്റർ ഒഴിവാക്കാമായിരുന്നു. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു ആവശ്യമില്ലാത്ത കുറെ ഇതുണ്ടാക്കി. ടെക്നിക്കലായിട്ട് അറിയുന്നവർക്ക് അറിയാം, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക. അത് വെറും ഭീതി വ്യാപാരമാണ്. അത് പൊട്ടും എന്ന് പറഞ്ഞ ജനങ്ങളെ ഭീതിപ്പെടുത്തി അതിലൂടെ എന്തെങ്കിലും ഒരു ലാഭം. ഒരുപാട് സ്റ്റഡിയിൽ നടന്നതാണ്. IIT പോലെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ സ്റ്റഡിയിൽ നടത്തിയാണ്. ഇവിടെ പല രാഷ്ട്രീയക്കാർ PJ ജോസഫിലൂടെ പലരും പ്രശ്നം ഉണ്ടാക്കി, ആശങ്ക ഉണ്ടാക്കി, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതിനെ കുറിച്ച് ടെക്നിക്കലായിട്ട് അറിയുന്നവർക്ക് അറിയാം, നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള സംഭവമാണ്. അല്ല, അങ്ങനെ മുല്ലപ്പെരിയാർ തകരാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് വന്നാൽ തീർച്ചയായും ആ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടതല്ലേ? അല്ലേ? അത് ടെക്നിക്കലായിട്ട് അറിയുന്നവർക്ക് അറിയാം, അത്ര പ്രശ്നമൊന്നും ഇല്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വെറുതെ ഈ പ്രശ്നം ഉണ്ടാക്കുകയാണ്. കുറച്ച് വർഷം മുമ്പ് PJ ജോസഫ് ഈ വെറുതെ പേടിപ്പിക്കുക. ഹലോ, കേൾക്കുന്നുണ്ട്. അതിന്റെ പേരിൽ രാഷ്ട്രീയം പോലെ ഈ രാഷ്ട്രീയക്കാർക്ക് ടെക്നിക്കലായിട്ട് പല കാര്യം അറിയില്ല എന്ന കുഴപ്പമുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ പോലെ ആൾക്കാർ പോലും ടെക്നിക്കലായിട്ട് അറിയാതെ ഇതിനെ കുറിച്ച് ആവശ്യമില്ലാതെ കമന്റ് ഇറക്കുന്നുണ്ട്. RP എന്നൊരാൾ ചോദിക്കുന്നു, അണ്ണ ഈ കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടാകുമോ? ഹലോ, കേക്കാവോ? പറയോ. RP എന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, അണ്ണ ഈ കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഞാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റേ അഭിലാഷ് എന്ന ആള് കൊച്ചു ടെസ്റ്റിലെ റഡാർ ഡിപ്പാർട്ട്മെന്റിലെ ആള് പറയുന്നത്. 2019 ഉണ്ടായ ആ ഫ്ലഡിന്റെ അതേ പാറ്റേൺ ആണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലും മഴയുണ്ടോ? അറിയില്ല സുഹൃത്തെ. മുല്ലപ്പെരിയാർ അതേ പാറ്റേൺ ആയി വരുന്നത്. ലാൻഡ് സ്ലൈഡ് ഇപ്പൊ ഇവിടെ മാത്രമല്ല, വയനാട് മാത്രമല്ല, വേറെ സ്ഥലത്ത് വരാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ആളുകൾ മാറി താമസിക്കുക, അങ്ങനത്തെ പ്രിക്കോഷൻസ് ആണ് ഇപ്പൊ എടുക്കേണ്ടത്. അതെ, അല്ല എല്ലാ ജില്ലകളിൽ നിന്നെല്ലാം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് അങ്ങനത്തെ സ്ഥലത്താണ് കൂടുതൽ വരാൻ സാധ്യത. അതിന് വേണ്ടി ഇപ്പൊ എല്ലാ രീതിയിലും ഗൈഡ് ലൈൻസ് ഇപ്പോ ജില്ലാ കളക്ടർ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിനെ ഇപ്പൊ കുറ്റപ്പെട്ട് കാര്യമില്ല. അതിനെ കുറിച്ചെല്ലാം ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പ്രപ്പോസൽസ് എടുക്കുക. അതിനു വേണ്ടിട്ട് നമ്മളൊരു വേറെ കാര്യമുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, നമ്മളൊരു അപകടം വരുന്ന സമയത്ത്, ഒരു ദുരന്തം വരുന്ന സമയത്ത് എല്ലാരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇപ്പോഴും പറയാണ്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന, നമ്മളെ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബിസ്ക്കറ്റ്, പിന്നെ ഡ്രസ്സുകള്, പാഡുകള്, ഇതുപോലെ മലയാളികൾ നല്ല ക്വാളിറ്റിയാ. ബ്ലഡ് വന്നപ്പോ അന്നും 2000 ബ്ലഡ് വന്നപ്പോ അത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മലയാളികൾ എന്തൊക്കെ വന്നാലും ഒരു ആവശ്യം വരുമ്പോ എല്ലാരും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതുപോലുള്ള അവശ്യ സാധനങ്ങള് എല്ലാരും വയനാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് കളക്ട് ചെയ്യാനുള്ള ആളുകൾ നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ലൈവില് കാണുന്നൊരു കാര്യം, എല്ലാ ജില്ലയിലും ഡീറ്റെയിൽസ് എന്റെ കയ്യിലില്ല. സംഭവിക്കാൻ സാധ്യതയുണ്ട്. വയനാട്ടിൽ ഈ ലാൻഡ് സ്ലൈഡുള്ള വേറെ പലയിടത്ത് വരാൻ സാധ്യതയുണ്ട്.